ഇത്രയേറെ മഹത്വമുള്ള നടരാജ വിഗ്രഹം വീട്ടിൽ വെക്കുന്നത് ദോഷമാണെന്ന് ചിലർ പറയുന്നു. എൻ്റെ ഭഗവാനെ, എന്തൊരു കഷ്ടം! ഈ ദോഷവാദികൾ ഹിന്ദു നാമധാരികളല്ലാതെ ആര്? മന്ത്രം ജപിക്കാൻ പാടില്ല, ദോഷം. മഹാഭാരതം പുസ്തകം വെക്കാൻ പാടില്ല വീട്ടിൽ, ദോഷം. നോക്കണേ, അമ്പലത്തിനടുത്ത് വീട് വെക്കാൻ പാടില്ല, ദോഷം. അമ്പലത്തിനടുത്ത് വീടുണ്ടാക്കാൻ പാടില്ല, ദോഷമാണ്. വീട്ടില് അശോകം അല്ലെങ്കിൽ ചെമ്പകം അല്ലെങ്കിൽ കൂവളം ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, ദോഷം. എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ ദോഷം, ഒന്നും പാടില്ല. സ്ത്രീകൾ മന്ത്രം ജപിക്കാൻ പാടില്ല, വേദം പഠിക്കാൻ പാടില്ല, എന്തിന് ലളിതാ സഹസ്രനാമം പോലും ചൊല്ലാൻ പാടില്ല, ഒക്കെ പാടില്ല. എന്താ പാടുള്ളത്? എന്നാണ് പറയാൻ പാടില്ല. അതങ്ങനെ നോക്കെ പറയാം സ്വാമി. പരദൂഷണം ചെയ്യാം, അയ്യോ അസ്സലായിട്ട് ചെയ്യാം. അതല്ലേ അതിലല്ലേ കിടക്കുന്നത് ലോകത്തിന്റെ സ്ഥിതി തന്നെ. മഹാഭാരതം വെച്ചാൽ വീട്ടിൽ തല്ലുണ്ടാവും. എന്നാ എന്ത് ബൈബിൾ കൊണ്ടാച്ചാലോ? ബൈബിൾ വെച്ചോളൂ, വിരോധമില്ല. ബൈബിളിന് മോശം പറഞ്ഞു എന്ന് ആരും പറഞ്ഞേക്കരുത്. ഖുറാൻ വെച്ചാലോ ഒരു കുഴപ്പമില്ല, വെച്ചോളൂ. മോശം പറഞ്ഞു എന്ന് വിചാരിക്കരുത്, എല്ലാം നല്ലതാണ്, എല്ലാം ശ്രേഷ്ഠമാണ്. പക്ഷെ ഇത്തരം അബദ്ധജടിലമായിരിക്കുന്ന ഹീനമായിരിക്കുന്ന പാടില്ല എന്ന് പറയുന്നതിനെ ചൂണ്ടിക്കാണിക്കാനാ പറയുന്നത്. കഥാപുസ്തകങ്ങളൊക്കെ വെച്ചാലോ വെച്ചോളൂ, ഒരു വിരോധമില്ല. മഹാഭാരതം വെക്കരുത്. എടാ, ഇത് കഥാപുസ്തകമല്ലേ, ഇതിനേക്കാൾ വലിയ കഥ വേറുണ്ടോ? എന്ത് കഥയത്? ഇല്ലേ? നടരാജ വിഗ്രഹം വെക്കാൻ പാടില്ല അത്ര. സകല നാട്ടിലും ബുദ്ധന്റെ സിറ്റിംഗ് ബുദ്ധ, സ്റ്റാൻഡിങ് ബുദ്ധ, ലോഫിംഗ് ബുദ്ധ, ആ ബുദ്ധ, ഈ ബുദ്ധ, നാട് മുഴുവൻ ബുദ്ധനെ കൊണ്ട് നിറഞ്ഞു. അത് വെച്ചുകൂടാന്നാണോ യുഗാനന്ദപുരി സ്വാമി പറഞ്ഞത്? വെച്ചുകൂടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നല്ലതാണ്. ബുദ്ധന്റെ വെക്കാം, പക്ഷെ നടരാജന്റെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ യുക്തി എന്താ? ഒരു യുക്തി വേണ്ടേ? ഇതിനേക്കാൾ സങ്കടമാണ് ചില വീട്ടിൽ പോയി കഴിഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ പ്രതിമ കാണാം. ശ്രീകൃഷ്ണന്റെ പ്രതിമയിൽ കൈ ഇങ്ങനെ ഉണ്ടാവും. എന്താണ് ഇത്? ശ്രീകൃഷ്ണൻ എന്ത് പറ്റി? അത് സ്വാമി അവിടെ ഓടക്കോളിലുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ പോയി അത് ഞാൻ ഭാഗവത സപ്താഹത്തിന് പോയപ്പോൾ ആചാര്യം പറഞ്ഞു ഓടക്കോളിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാൻ പാടില്ല എന്ന്. എന്നാൽ നിനക്ക് എന്നിട്ട് പൊട്ടിച്ച് കളഞ്ഞാൽ പോരായിരുന്നോ? അല്ല, ഞാൻ ഓടക്കോളിൽ മാത്രം ഊരിക്കളഞ്ഞു. എന്ത് മഹാഭാവി, കൃഷ്ണനെ ഓടക്കോളിൽ വെച്ചു, നീ അത് ഊരിക്കളയാ, നീ അത് ദോഷം ഉണ്ടാവും എന്നാ പറഞ്ഞേ. എന്തൊരു കഷ്ടത്! ആ സംഗീതം പൊഴിക്കുന്ന ഭഗവാന്റെ രൂപം കണ്ട എന്തൊരു ആനന്ദമാണ്! ഈ തരത്തിലുള്ള അബദ്ധ വിശ്വാസങ്ങളെ കൊണ്ട് അജ്ഞാനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. അതുകൊണ്ട് ആരെങ്കിലും നടരാജ വിഗ്രഹം വെക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ കാരണം എന്ന് ചോദിക്കുക. സകല ശാസ്ത്രങ്ങളുടെയും സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും കലയുടെയും എന്നല്ല സകല സൃഷ്ടി രഹസ്യങ്ങളുടെയും മൂലമാണ് നടരാജമൂർത്തി. പോരെങ്കിൽ അവന്റെ കാൽ കീഴിൽ ഒരാളുണ്ട്. എപ്പോഴാണെന്നറിയോ? നടരാജനായിരിക്കുമ്പോഴല്ല, നടരാജഭാവം കഴിഞ്ഞ് ദക്ഷിണാമൂർത്തി ഭാവത്തിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ സകല അറിവില്ലായ്മകളുടെയും മറവികളുടെയും മൂർത്തിയായ അപസ്മാരത്തെ പിടിച്ച് ചവിട്ടി വെക്കുന്ന ഒരു ഭാവമുണ്ട് ദക്ഷിണാമൂർത്തിയുടെ കാലിൻ്റെ അടിയിൽ. അതല്ലേ നമുക്കൊക്കെ വേണ്ടത്. അതുകൊണ്ട് നടരാജമൂർത്തിയെ ഉണ്ടാക്കുക. ഇവിടെ ശില്പ വേലയിൽ പ്രവർത്തിക്കുന്നവരോ സാധിക്കുന്നവരോ ഉണ്ടെങ്കിൽ പരമാവധി നടരാജ വിഗ്രഹങ്ങൾ നല്ല മനോഹരമായിട്ടുണ്ടാക്കുക. കാണുമ്പോൾ അങ്ങോട്ട് തോന്നണം വീട്ടിൽ കൊണ്ടു വയ്ക്കണം എന്ന്. അത് ജാതി ഉണ്ടാക്കണം, എന്നിട്ട് മാർക്കറ്റ് ചെയ്യുക, നല്ല ചില്ലാന ഉണ്ടാക്കുക. അതാ വേണ്ടത്. നടരാജ വിഗ്രഹം വെക്കണം.